എക്സിറ്റ് പോളുകൾ UDFിന് നേരിയ മേൽക്കൈ പ്രവചിക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ LDF 3.0 ഉറപ്പിക്കുകയാണ് നേതാക്കൾ. എന്നാൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഭൂരിപക്ഷം സർവേകളിലും UDFിന് മേൽക്കൈ. ടുഡേയ്സ് ചാണക്യ പോലുള്ള സർവേകളിൽ ഇഞ്ചോടിഞ്ച്. പക്ഷേ എക്സിറ്റ് പോളുകളെ മുഖവിലിക്കെടുക്കുന്നില്ല ഇടതുമുന്നണി. ശരിയായി പ്രവചിച്ചതും തെറ്റിയതുമായ മുൻകാല അനുഭവങ്ങളാണ് ഉദാഹരണം. കഴിഞ്ഞ തവണ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി LDF അധികാരത്തിലെത്തിയതും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എക്സാറ്റ് പോളിൽ LDFിന് തുടർഭരണം ഉറപ്പെന്ന ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFിൻ്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലോടുകൂടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എക്സിറ്റ് പോളുകൾ മേൽക്കൈ പ്രവചിച്ചതോടെ UDF നേതാക്കളുടെ ആത്മവിശ്വാസം ഇരട്ടിയായി. പ്രതികരണങ്ങളിലും അത് വ്യക്തം. 100 കടന്നുള്ള പ്രകടനം ആവർത്തിക്കുകയാണ് പല നേതാക്കളും. മെയ് ദിന റാലിയിലും അടുത്തത് UDF സർക്കാർ തന്നെയെന്ന പ്രതീക്ഷ നേതാക്കൾ പ്രകടിപ്പിച്ചു. ഒരു എക്സിറ്റ് പോളിന് പോലും ഇടതുപക്ഷം ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പറയുന്ന പല സർവേ നടത്തിയ പല ചാനലുകളും കേരളത്തിൽ ആ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായെങ്കിൽ അതിന്റെ മുഖ്യ കാരണം എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ള പാർട്ടി പ്രവർത്തകരും തൊഴിലാളി സുഹൃത്തുക്കളും പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അണിനിരന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. എക്സിറ്റ് പോളിൽ പറയുന്ന എണ്ണത്തിൽ ഒതുങ്ങില്ല. അതിനേക്കാൾ ഗണ്യമായ വർധനവ് സീറ്റുകളുടെ എണ്ണത്തിൽ UDFിനുണ്ടാകും. 100% ഇതുള്ളതിൽ 33% ഒരാളുടെ പേര് പറഞ്ഞാൽ അതെങ്ങനെ ഭൂരിപക്ഷമാകുന്നത്? ഒരു കാര്യം സമ്മതമാണല്ലോ, 33% പിണറായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പുറമേക്ക് പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും അടിയൊഴുക്കുണ്ടായാൽ കണക്കുകൂട്ടൽ തെറ്റുമോ എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. തുടർഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.